ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമി ഉമ്മി വ്ളോഗ്സ്. ഇന്നത്തേത് പെരുന്നാൾ തലേന്നത്തെ ചെറിയ പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. ആദ്യം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഏലക്കായും ചെറിയ ജീരകം നല്ലതുപോലെ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അതിനകത്തേക്ക് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തലേന്ന് കുതിർത്ത പച്ചരിയും ശർക്കര ഉരുക്കിയതും ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ചോറും ഇട്ടിട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ടൊരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ നെയ്യപ്പം ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പൊതുവേ ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡെസേർട്ട് ഉണ്ടാക്കും. ഇപ്രാവശ്യം നമ്മൾ ഗുലാബ് ജാമുനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഗുലാബ് ജാമുൻ്റെ മിക്സ് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ച് വെക്കുക. എന്നിട്ട് അത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിട്ട് പൊരിച്ചെടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കി വെക്കണം കേട്ടോ. ഇനി പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ നന്നാക്കി വെക്കുകയാണ് കേട്ടോ. അതേപോലെ മന്തിയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസമേ ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ട് മന്തിയുടെ മസാലയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മന്തിയുടെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മന്തിൻ്റെ റെസിപ്പി. ഇനി അടുത്തൊരു പണി എന്ന് പറയുന്നത് നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് പള്ളിയിലേക്ക് രാവിലെ പോകുമ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടൊക്കെ തേച്ച് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി പെരുന്നാളുടെ തലേദിവസത്തെ മെയിൻ കലാപരിപാടി പറയുന്നത് നമ്മൾ മൈലാഞ്ചിട്ടലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉമ്മയുടെ കയ്യിലാണ് കേട്ടോ മൈലാഞ്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനും മൈലാഞ്ചിട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നാളെ വീണ്ടും ഇതിൻ്റെ ബാക്കി ഈദ് വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.